രാഹുൽ സദാശിവൻ മമ്മൂക്ക ടീമിന്റെ ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രം ഭ്രമയുഗം 24-ാം ദിവസം പിന്നിടാൻ പോവുകയാണ്. 4-ാം വാരത്തിലേക്ക് കടന്ന ചിത്രത്തിന്റെ 4-ാമത്തെ ശനിയാഴ്ചയാണ് ഇന്ന്. കഴിഞ്ഞ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ധാരാളം മലയാള സിനിമകൾ റിലീസായെങ്കിലും ഭ്രമയുഗത്തിന് 24-ാം ദിവസവും മികച്ചൊരു തിയേറ്റർ ഹോൾഡിംഗ് ആണ് ഉള്ളത്. ഈ കാലഘട്ടത്തിൽ മലയാളത്തിൽ വന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരീക്ഷണ ചിത്രമാണ് 24-ാം ദിവസവും മാന്യമായ കളക്ഷനോടുകൂടി തിയേറ്ററുകളിൽ മുന്നേറുന്നത് എന്ന് ഓർക്കണം. ചിത്രത്തിന് ഇപ്പോൾ മേജർ സെന്ററുകളായ കൊച്ചിയിൽ 16 ഷോകളും, തിരുവനന്തപുരത്ത് 13 ഷോകളും, കോഴിക്കോട് 9 ഷോകളും, തൃശൂരിൽ 5 ഷോകളും, ആലപ്പുഴയിൽ 4 ഷോകളും, കൊല്ലത്ത് 3 ഷോകളുമാണ് ഉള്ളത്. പത്തനംതിട്ടയിൽ ഇപ്പോഴും ചിത്രത്തിന് 2 ഷോകൾ പ്രദർശനമുണ്ട്. പത്തനംതിട്ട പോലുള്ള ഒരു കൊച്ചു സിറ്റിയിൽ 4-ാം വാരവും ഒരു ചിത്രം 2 ഷോകൾ പ്രദർശിപ്പിക്കുന്നു എങ്കിൽ ചിത്രത്തിന്റെ റേഞ്ച് എന്താണെന്ന് ഒന്ന് ഓർക്കണം. ഇപ്പോഴും ചിത്രത്തിന് പത്തനംതിട്ടയിൽ മികച്ചൊരു കളക്ഷൻ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ബാംഗ്ലൂരിൽ ചിത്രത്തിന് 8 ഷോകളും, മഞ്ഞുമൽ ബോയ്സ് തകർത്തു വരുന്ന ചെന്നൈയിൽ ഭ്രമയുഗത്തിന് 6 ഷോകളുമാണ് ഉള്ളത്. ചിത്രം ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ വീണ്ടും ട്രെൻഡിംഗ് ആയിരിക്കുകയാണ്. കുറച്ച് നാളത്തെ വർക്കിംഗ് ഡേയ്സിന് ശേഷമുള്ള ഇന്നലത്തെ ശിവരാത്രി ഹോളിഡേയ്സ് ജനങ്ങൾ ചാത്തനുമായി തിയേറ്ററുകളിൽ ആഘോഷിച്ചു എന്ന് വേണം പറയാൻ. ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി ലഭിച്ചത് 15 ലക്ഷത്തിനടുത്താണ്. 24-ാം ദിവസമായ ഇന്ന് ചിത്രത്തിന് മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. സംശയമുള്ളവർ ബുക്ക് മൈ ഷോ ആപ്പിൽ നോക്കിയാൽ മനസ്സിലാകും. 24-ാം ദിവസമായ ഇന്ന് ചിത്രത്തിന് റെസ്റ്റ് ഓഫ് ഇന്ത്യ ബാംഗ്ലൂരിലും ചെന്നൈയിലും മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 20 ലക്ഷത്തിന് മുകളിൽ അല്ലെങ്കിൽ 25 ലക്ഷത്തിനടുത്ത് കളക്ട് ചെയ്യും എന്നാണ് ഇപ്പോഴത്തെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഭ്രമയുഗത്തിന്റെ പ്രൊഡ്യൂസർമാർ തന്നെ ചിത്രത്തിന്റെ 60 കോടി ഒഫീഷ്യൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തുവിട്ടിരുന്നു. പ്രൊഡ്യൂസർമാർ വിട്ട ഈ കണക്ക് പോലും വിശ്വസിക്കാൻ വയ്യാതെ ഇപ്പോഴും കുറച്ചുപേർ സോഷ്യൽ മീഡിയയിൽ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ കരച്ചിൽ ഇനിയും തുടരും. കാരണം ഇനി ഇറങ്ങാൻ പോകുന്ന മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ അങ്ങനത്തെയാണ്. കരച്ചിൽ നിർത്താൻ പറ്റാത്ത നാളുകളാണ് ഇനി അവർക്ക് വരാൻ പോകുന്നത്. മാർച്ച് 15-ന് സോണി ലീവിൽ കൂടി OTT റിലീസാകാൻ പോകുന്ന ചിത്രം തിയേറ്റർ ഹോൾഡിംഗ് തുടരും എന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം ചിത്രത്തിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് കാണാനാണ് ആളുകൾ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. ചിത്രത്തിന്റെ പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തിനെ കുറിച്ചും ചിത്രം നേടിയെടുക്കുന്ന കളക്ഷനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.